2020. ₹2 അരി ഉണ്ടല്ലോ, അതിപ്പോ ഒരു 5 കൊല്ലം മുമ്പ് നിങ്ങൾ പ്രഖ്യാപിക്കണം. നമ്മളെ പോലത്തെ ആൾക്കാരൊരു ഇതായിരുന്നു. കുറെ കൂടി നേരത്തെ വേണം. ഒരു UDF MLA പരാതിയിലാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ആ നടപടി എടുക്കേണ്ടി വന്നത് എന്ന് ഭക്ഷ്യമന്ത്രി C. ദിവാകരനും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അതിന് മറുപടി പറയേണ്ടതല്ലേ? ഭക്ഷ്യസുരക്ഷാ പദ്ധതി വരികയാണ്. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ₹3 35 കിലോ അരി കൊടുക്കണമെന്നാണ് പറയുന്നത്. ₹3 35 കിലോ അരിയാണെങ്കിൽ ഒരു മാസം ഒരു റേഷൻ കാർഡ് ഉടമക്ക് വാങ്ങേണ്ടി വരുന്നത് ₹105 അരിയാണ്. എന്നാൽ ഇപ്പോൾ വരുന്നത് ₹2 ഇപ്പോൾ 10 കിലോ അരി കൊടുക്കുമെന്ന് പറയുന്നു. പിന്നെ 20 കിലോ അരി കൊടുക്കും. പിന്നെ ബാക്കി വരുന്ന 15 കിലോ അരി 24 കിലോ അരി കൊടുക്കും. ബാക്കി വരുന്ന 16 കിലോ അരി അല്ല ₹6.80 വെച്ച് വാങ്ങണം. അപ്പൊ ഒരു കാർഡ് ഉടമക്ക് ശരാശരി ഭക്ഷ്യസുരക്ഷാ നിയമം വന്നാൽ ₹105 സ്റ്റേറ്റ് ഗവൺമെന്റ് അരി കൊടുക്കേണ്ടത് ₹140 കൊടുത്ത് ₹25 വെക്കാമെന്നുള്ള ഒരു തന്ത്രം മനസ്സിലാക്കേണ്ടത് ആ പദ്ധതിക്ക് നിങ്ങളെതിരാണ്. ഞങ്ങൾ ആ പദ്ധതിക്ക് എതിരാണ്. കേന്ദ്രം നടപ്പാക്കും. വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടുനടക്കും. പിന്നെന്താണ് അലങ്കാരം? എല്ലാ ഭക്ഷ്യസുരക്ഷാ പദ്ധതി ₹3 കരി കൊടുക്കാമെന്നാ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഈ സച്ചാർ കമ്മീഷനെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു കമ്മീഷൻ അടക്കി ആ പേര് മാറ്റി പാലോളി കമ്മീഷൻ കൊണ്ടുവന്നു. ഓക്കെ, സമാജത്തിലെ സംബന്ധിച്ച് 5 ITIകൾ ഉറുദു മീഡിയം ITIകൾ കേരളത്തിലേക്ക് പാസ്സായിട്ട് ഒരു ITIക്ക് വെച്ച് 5 ഏക്കർ സ്ഥലം വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് ഉറുദു ITI കേരളത്തിൽ പ്രായോഗികമല്ല, അത് മലയാളം വേണമെന്ന് പറഞ്ഞ് മലയാളത്തിലാക്കാമെന്ന് അനുവാദം കിട്ടിയിട്ട് പോലും ഒരൊറ്റ ITIക്ക് പോലും 5 ഏക്കർ സ്ഥലം എടുത്ത് മൊത്തം 5 ITIകൾക്ക് 25 ഏക്കർ സ്ഥലം കൊടുക്കാൻ ഇവിടെ ഇല്ല എന്ന് കേന്ദ്ര സർക്കാരിന് കത്ത് എഴുതിയത് MA ബേബി അല്ലേ? ന്യൂനപക്ഷത്തെ തകർക്കുന്ന ന്യൂനപക്ഷം മോശക്കാരാണെന്ന് പ്രഖ്യാപിച്ചിരുന്ന ബ്രിട്ടീഷ് നിയമങ്ങളുണ്ടായിരുന്നു ഇവിടെ. മുസ്ലിം മൂർഖത്വ നിയമം എന്നാണ് അതിന്റെ പേര്. ആ മുസ്ലിം മൂർഖത്വ നിയമം ഈ നാട്ടിൽ ഇല്ലാതാക്കിയത് 1957 അധികാരത്തിൽ വന്ന EMSന്റെ ഗവൺമെന്റാണ്. അതുവരെ ആ നിയമം സ്വാതന്ത്ര്യം കിട്ടി 10 കൊല്ലം കൂടി ഇവിടെ നിലനിന്നു. ഞാൻ ഈ മലപ്പുറത്തേരനാ. സച്ചാർ കമ്മിറ്റി എന്ന പേര് മാറ്റിയതിൽ തന്നെ ഒരു തന്ത്രമുണ്ട്. കാരണം സച്ചാർ കമ്മിറ്റി കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്താൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് 3.5 പതിറ്റാണ്ട് കാലം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച പശ്ചിമബംഗാളിലാണ് സമ്മതിക്കേണ്ടി വരും. 18 കോടി രൂപ പാലോളി കമ്മിറ്റിക്ക് വേണ്ടി ബജറ്റിൽ നീക്കിവെച്ചു. എന്നാൽ കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതിക്ക് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവിഷ്കരിച്ച പദ്ധതികളുണ്ട്. അതിന് ന്യൂനപക്ഷ തിങ്ങി താമസിക്കുന്ന ജില്ലകൾ തെരഞ്ഞെടുക്കണം. കേരളത്തിൽ 6 ജില്ലകളാണ് അങ്ങനെയുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, പാലക്കാട്, വയനാട്. ഈ 6 ജില്ലകളുടെ ലിസ്റ്റ് കൊടുക്കേണ്ടതിന് പകരം വയനാട്ടിൽ മാത്രമാണ് ആ പദ്ധതി കിട്ടിയത്. 5 ജില്ലകൾ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന ചോദ്യത്തിന് പാലോളി കുട്ടി എനിക്ക് സഭയിൽ നൽകിയ മറുപടി, അത് കേന്ദ്ര നിബന്ധനകൾക്ക് അനുസൃതമായി പ്രപ്പോസൽ സമർപ്പിക്കാൻ യഥാസമയം കഴിയാതെ ഒന്നുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്. വയനാട്ടിൽ ഒരു ജില്ലക്ക് 22 കോടി രൂപയാണ് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ 5 ജില്ലക്ക് കേരളത്തിൽ 110 കോടി രൂപ നശിപ്പിച്ചിട്ട് 18 കോടി ബജറ്റിൽ വെച്ചാൽ എന്താണ് ഇതിന്റെ പേര്? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥയിലല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ഏതൊരാൾക്കും പറയാൻ സാധിക്കും. കാരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ മുന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്നുവെന്ന. 1 ഏക്കർ സ്ഥലമെടുത്ത് തുഞ്ചത്താചാരന്റെ മണ്ണാണ് മലപ്പുറം. ഈ മലപ്പുറം ജില്ലയിൽ ഒരു മലയാളം സർവകലാശാല കൊണ്ടുവരണമെന്ന് ഇവിടുത്തെ MLA ആവശ്യപ്പെട്ട് അതിന് വേണ്ടി പരിശ്രമിക്കാൻ എങ്ങനെ കാണുന്നു? എന്താണ് പറയുക? ഞങ്ങളുടെ നേതാവ് E.T. മുഹമ്മദ് ബഷീർ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിൽ ഒരു കോളേജ് ആരംഭിച്ചത്. ഗവൺമെന്റ് കോളേജ്. ഞങ്ങളാണ് തുഞ്ചത്താചാര്യന്റെ പേരിൽ സെന്റർ തുടങ്ങുന്നത്. ഞങ്ങളാണ് സംസ്കൃതത്തിൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. അള്ളാന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പിന്നെ വഴിവിട്ട് റൌഫിനെ പോലെയുള്ള ആളുകൾക്ക് പലതും ചെയ്തു കൊടുത്തു. അപ്പൊ ഇത് ഇനിയും നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾക്കാണ് നിങ്ങൾ നേതൃത്വം കൊടുക്കുക എന്നാണ് വേണ്ടത്. ഒരു മന്ത്രിയുടെ സമയം പോലും ചെലവഴിക്കുന്നത് നേരായ മാർഗത്തിലാകണമെന്ന് നിർബന്ധമുണ്ട്. ഒരു ബന്ധു എന്നുള്ള നിലയിൽ പോലും അവന് വേണ്ടി ഞാൻ ചെലവഴിച്ചത് ഒരു വഴിവിട്ട മാർഗമായി പോയോ എന്ന് ഞാൻ സംശയിച്ചതുകൊണ്ടാണ് ആ പ്രസ്താവന ഇറക്കിയത് എന്ന് അത് ശരിക്കും എന്തായിരുന്നു സ്മാർട്ട് സിറ്റി ഇത്ര വൈകിക്കാനുള്ള കാരണമെന്നാണ് ലീഗിന്റെ അഭിപ്രായം. ഈ ഒരിക്കലും ഇൻഫോ പാർക്ക് പോലെയുള്ളവ സ്മാർട്ട് സിറ്റിക്ക് ടീകോമിന് വിട്ടുകൊടുക്കരുത്, അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്യുതാനന്ദൻ ശക്തമായ വാദം ഉയർത്തിയത്. 5 കൊല്ലം കഴിഞ്ഞു.
ഇന്ന് നമ്മളെക്കാൾ മുന്നേ ഹൈദരാബാദ് നമ്മുടെ മുമ്പിലെത്തി, ആന്ധ്ര മുന്നിലെത്തി, നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയി. എന്നിട്ട് അവസാനം ഇപ്പോ യൂസഫ് അലി ഇടപെട്ട കരാർ ഒപ്പിട്ടത് എങ്ങനെയാണ്? കേന്ദ്ര സെസ് അനുസരിച്ചാണ്. കേന്ദ്ര സെസ് അനുസരിച്ച് 49.5 ഏക്കർ ഭൂമി അവർ ടീകോമിന് വിട്ടുകൊടുത്തേ പറ്റൂ എന്ന് മാത്രമല്ല, ഇൻഫോ പാർക്ക് 11 സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് അച്യുതാനന്ദൻ നിയമസഭയിൽ സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഏറ്റവും വലിയ വഞ്ചനയും 5 കൊല്ലത്തെ പുറകോട്ട്. ഒരു കാര്യം പ്രമോദ് ഞാൻ ആദ്യം പറയാം. കളവ് വളരെ ശബ്ദഘോഷത്തോടു കൂടി സത്യമില്ല. ഞാൻ തെളിയിക്കേണ്ട പറഞ്ഞല്ലേ തുഞ്ചൻ സ്മാരക കോളേജ് ഇ ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയെന്ന്. ഇ ടി മുഹമ്മദ് ബഷീർ മന്ത്രിയായതെന്നാണോ അതിന്റെ ഒരു ദശാബ്ദം മുമ്പ് തുടങ്ങിയ തിരുവല്ല കോളേജ്? ഇ ടി മുഹമ്മദ് ബഷീർ തന്നെ MLA ഇത്. ഇ ടി മുഹമ്മദ് ബഷീർ അഖിലേന്ത്യാ ലീഗായിരുന്ന കാലത്ത് ആ കോളേജിന്റെ അവിടെ കോളേജ് അവിടെ ഉണ്ട്. അഡ്വക്കേറ്റ് രാംകുമാറും KPP നമ്പ്യാരും ഒരു കാര്യം ഉന്നയിച്ചു, മുഖ്യമന്ത്രിയുടെ മകനെതിരെ. അതിന് അന്വേഷണം കേരളത്തിലില്ല. ബഹുമാനപ്പെട്ട മാന്യനായി കഴിയുന്ന PK കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ ഇവിടെ അന്വേഷിക്കുക. P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് കണ്ണൂരിലെ തന്നെ പ്രഗത്ഭരായ CPM-ന്റെയും ഒരു DYF-ന്റെയും നേതാക്കന്മാരാണ്. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തുകാരനാണ്, ഞാനും മലപ്പുറത്തുകാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞു മോശമാക്കണതിന്റെ സംഗതി നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാവുന്നുണ്ട്. എന്ത് വികസനമാണ് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രി നേരിട്ട് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗുജറാത്തിനെ കണ്ടുപഠിക്കണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയന് പാർട്ടി കോൺഗ്രസിൽ പറയേണ്ടി വന്നു. അങ്ങനെ പറയുന്നത് അപ്പൊ അവർക്ക് വരെ അംഗീകരിക്കേണ്ടി വന്ന വ്യക്തമായിട്ടുള്ള വികസന മാതൃക ഞങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിനെ കുറിച്ച് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഗുജറാത്ത് മാതൃകയാണോ കർണാടക മാതൃകയാണോ, ഏതാണ് നിങ്ങളുടെ യഥാർത്ഥ മാതൃക? കർണാടക മാതൃകയിൽ എന്താ തെറ്റുള്ളത്? കാർഷിക മേഖലയ്ക്ക് ലോണ് 1% കാർഷിക പലിശ കൊടുത്തുകൊണ്ട് അവിടുത്തെ കർഷകന്മാർക്ക് വേണ്ടി ആ കർണാടകയുടെ സർക്കാർ അധാർമികമെന്ന് BJP അധ്യക്ഷൻ നിതിൻ ഗഡ്കരിക്ക് പോലും വിശേഷിപ്പിക്കേണ്ടി വന്ന ഒരു ഇടപാടിന്റെ ഉത്തരവാദിയാണ് ഒരുപക്ഷെ യെദ്യൂരപ്പ. എന്തുകൊണ്ട് ആ നിലയുണ്ടായി? ശ്രീമാൻ യെദ്യൂരപ്പയുടെ മകൻ മാത്രമല്ല, അതായത് മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് വ്യവസായ നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന് അപേക്ഷ കൊടുക്കാൻ പാടില്ല എന്നില്ല. പക്ഷേ പ്രശ്നം അത് തെറ്റാണ്. മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഭൂമി കിട്ടി എന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോ ആ പറഞ്ഞ നിമിഷം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ അധിക സമയം ആലോചിച്ചില്ല. തന്റെ മകനെ കുറിച്ച് എന്ത് അന്വേഷണം നടത്താനും പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു. എന്ത് അന്വേഷണം വേണ്ടത്? ലോകായുക്ത അന്വേഷിക്കണമെന്ന് കർണാടകയിലെ പ്രതിപക്ഷം പറഞ്ഞു. ലോകായുക്ത അന്വേഷിക്കുന്നുണ്ട്. ഈ കേരളത്തിന്റെ ഒരു മികവുറ്റ സ്ഥാപനമായിരുന്ന സീഡാക്ക് അത് അച്യുതാനന്ദന്റെ നേതൃത്വത്തില് റിലയൻസിന് കൈമാറി എന്നുള്ളൊരു വാർത്ത ഇടതുപക്ഷ സഹയാത്രികരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാല് വേറെയാണ്. സൂപ്പർ മാർക്കറ്റ് വേറെ, റിലയൻസിന്റെ ടെലിഫോൺ വേറെ, റിലയൻസിന്റെ IT പാർക്ക് വേറെ, റിലയൻസിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ വ്യത്യസ്തമാണ്. അതനുസരിച്ചാണ് അതിനുള്ള നിലപാടെടുക്കുക. കുത്തകവൽക്കരണത്തിനെതിരായ നിലപാട് ഇപ്പോഴും പാർട്ടി എടുക്കുന്നുണ്ട്. കുത്തകവൽക്കരണം എന്ന വാക്കുകൊണ്ട് എന്താ പ്രമോദ് ഉദ്ദേശിച്ചത്? കുത്തകവൽക്കരണം എന്നതിലൂടെ ധാരാളം വമ്പന്മാർ കോർപ്പറേറ്റുകൾ നമ്മുടെ പല മേഖലകളും കൈയടക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തെക്കുറിച്ച് പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു, അതിനെതിരായി നിലപാടെടുക്കാൻ പാർട്ടി തയ്യാറുണ്ടോ എന്നതാണ്. കോർപ്പറേറ്റുകൾ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് തള്ളിക്കറിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകൾ ഇന്ത്യയിലെ മന്ത്രിമാരെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോർപ്പറേറ്റ് ഇടപെടലിന്റെ പിന്നിൽ നിൽക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസ്, അതിന്റെ കോർപ്പറേറ്റിന്റെ പിന്നിൽ നിൽക്കുന്ന ഏജന്റുമാരാണ് ലീഗ്, കോർപ്പറേറ്റിനെ പിന്തുണക്കുന്നവരാണ് ഞങ്ങൾ കോർപ്പറേറ്റിനെ. ഞാൻ ചോദിക്കുന്നത് അത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കേരളത്തെ ഒരു നിക്ഷേപ സാധ്യതയായി കാണുന്നുണ്ടെങ്കിൽ അതിനോടുള്ള നിലപാട്? തൊഴിൽ, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വിപുലീകരണം ജനങ്ങളുടെ പൊതുമുന്നേറ്റത്തിന് സഹായകരമായ നിലയ്ക്ക് വന്നാൽ അത് കേരളത്തിന്റെ മേലെ ഒരു നിയന്ത്രണം ഏൽപ്പിക്കാത്ത രൂപത്തിൽ സാമൂഹ്യ പുരോഗതിക്ക് ഉതകുന്നതിനെ ഞങ്ങൾ കേരളത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അടങ്ങുന്ന രേഖ സിഡാക്കിൽ നിന്ന് റിലയൻസിന് കൈമാറിയിട്ട് നാളെ ഈ നാടും ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. മഞ്ഞളാംകുഴി അലി അങ്ങൊരു അലിയിൽ ഒതുക്കരുത്. മഞ്ഞളാംകുഴി അലിയോടൊപ്പം ഒരു സമുദ്രം CPM-ൽ നിന്ന് ഒഴുകിയിട്ടുണ്ട്. ശ്രീ മഞ്ഞളാംകുഴി അലി ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ഒരാളാണ്. അന്ന് അദ്ദേഹം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഇപ്പൊ അദ്ദേഹം ലീഗിലാണ്. അപ്പൊ അദ്ദേഹം ഒരു ലീഗുകാരനെ കാണുന്നത് പോലെ ശ്രീ മഞ്ഞളാംകുടി അലിയെ ഞാൻ കാണുന്നു. അതേ രാഷ്ട്രീയം, അത് രാഷ്ട്രീയം, അതെങ്ങനെയാ രാഷ്ട്രീയം മാറി? അത് ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങൾക്കൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം പോയി. അതൊരു നഷ്ടമായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരു നഷ്ടമില്ല. ഒരു മഞ്ഞളാംകുടി അലി ഇപ്പോഴും കീടം തന്നെ.
ഒരു കീടം മാത്രമാണ് എന്ന പ്രസ്താവന, വിശ്രുതമായ പ്രസ്താവന ഇപ്പോഴും പ്രസക്തമാണ് എന്നെങ്കിൽ താങ്കൾ പറയും. ഇത് നമ്മൾ കണ്ടറിയോ, മഞ്ഞളാംകുഴി അലി ഇപ്പോ ഒരു മുസ്ലിം ലീഗ് നേതാവാണ്. അപ്പൊ ഒരു മുസ്ലിം ലീഗ് നേതാവായ മഞ്ഞളാംകുഴി അലി അവിടെ നിൽക്കുന്നു, ലീഗ് അവിടെ നിൽക്കുന്നു. 2006 മാർച്ച് 26 കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുന്ന കത്തിൽ പറയുന്നുണ്ട്, പിണറായിയെ കുറിച്ചുള്ള ആരോപണങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ മകൻ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ 46 ലക്ഷം ക്യാപിറ്റൽ ഫീ കൊടുത്ത പണത്തിനെ കുറിച്ച് ഷാജഹാൻ പറയുന്നുണ്ട്. ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ഒരു CPM വിരുദ്ധനാണ്. അദ്ദേഹം പുറത്തെന്തൊക്കെയോ പഴയ കുറെ കടലാസ് എടുത്ത് പാർട്ടിക്കെതിരെ ആക്ഷേപം. അച്യുതാനന്ദൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞത് VIP ആരാണെന്ന് ഞാൻ അധികാരത്തിൽ വന്നിരുന്നാൽ പറയുമെന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ആ സമയത്ത് പോലും VIP പറഞ്ഞില്ല. ചില VIP-കളെ പിടിച്ചിട്ടുണ്ടല്ലോ. മലപ്പുറത്ത് എത്ര വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ഒരു പാമ്പ് തവളയെ വിഴുങ്ങിയ പോലെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഇതെല്ലാം സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാകും. കോൺഗ്രസിന്റെ സഹോദരന്മാര് പല ആളുകളും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു MLA ജയിക്കാതെയാണ് 1987 ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് എന്ത് ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം അറിയാത്തവരുടെ മുന്നിലേക്ക് ഇവിടുത്തെ ഈ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്ന ലീഗിന്റെ ഏറ്റവും സമുന്നത നേതൃത്വം പരാജയപ്പെട്ടു പോയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അനുഭവമെങ്കിൽ ഇത്തവണയും ആവർത്തിക്കാൻ പോകുന്നത് പ്രാമാണികരായ ചില UDF നേതാക്കൾ മലപ്പുറം ജില്ലയിൽ പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നാണ്. ഒരു വിശ്വാസിയെ ഒന്നിലധികം ഒരു തവണ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കില്ല. ഇനി പാമ്പ് കടിക്കുന്ന പ്രശ്നമില്ല. മലപ്പുറം ജില്ല മുഴുവൻ ഐക്യ ജനാധിപത്യം എന്തായാലും മൂന്ന് കക്ഷികളും അവരവരുടേതായ പ്രതീക്ഷയിൽ തന്നെയാണ്. ആ പ്രതീക്ഷകൾ അവർക്ക് സഫലമാകും വിധം കാര്യങ്ങൾ മാറട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാൻ കഴിയുകയുള്ളൂ. വളരെയധികം നന്ദി. ചർച്ചയിൽ സഹകരിച്ച എല്ലാ വോട്ടർമാർക്കും, ശ്രീ വിജയരാഘവൻ, ശ്രീ രണ്ടത്താണി, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എല്ലാവർക്കും.